ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഉണ്ടാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കടല ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നിലക്കടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പൾസ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു കടല പൊടിച്ചെടുക്കാനായിട്ട്. ഒത്തിരി ഇങ്ങനെ പൗഡർ പോലെ ആക്കിയെടുക്കരുത്. ഈ ഒരു കടലയുടെ കഷ്ണങ്ങളൊക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചുവട് കട്ടിയായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റോളം ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് നേരം നമ്മളിത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തേങ്ങ ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടല ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കടലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ നല്ല ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരുന്നത് വരയ്ക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഇങ്ങനെ യോജിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ബസ്മതി റൈസ് എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഈ ഒരു അരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു പലഹാരത്തിനായിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി വേണം ഈ ഒരു പലഹാരത്തിനായിട്ട് നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ഒരു പൊടി നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് എന്ന കണക്കിന് 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പൊടിക്കും ഇതേ അളവൊന്നും ആയിരിക്കില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസമൊക്കെ വരും. ആദ്യമായിട്ടാണ് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പോളം വെള്ളമൊക്കെ നമുക്ക് തിളപ്പിച്ചിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് മൊത്തത്തിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു പൊടിയിലേക്ക് കുറേശ്ശെ നോക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മാവ് കുഴച്ചെടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന 2.5 കപ്പ് വെള്ളം എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു മാവൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളും. അപ്പോൾ നമ്മുടെ കൈ പച്ചവെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനിവിടെ ഒരു പരന്നൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്കും ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഒരു ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് പറ്റാവുന്നിടത്തോളം കനം കുറച്ചിട്ടൊക്കെ പരത്തിയെടുക്കാം കേട്ടോ. ഒത്തിരി കനം കുറച്ചിട്ട് ആക്കി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ പോകും. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നല്ല ഷേപ്പിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്യാം.
ഇപ്പോൾ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ അതിങ്ങനെ വിതറി കൊടുക്കുക. ഈ ഒരു അരിയിലത്തെ വെള്ളമൊക്കെ ഞാൻ നല്ലോണം വാർത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഫാനിൻ്റെ കാറ്റിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം തന്നെ ഇങ്ങനെ ഉലർന്നിട്ടൊക്കെ കിട്ടിക്കോളും. ഇനി ഈ ഒരു അരി ഈ ഒരു കൊഴുക്കട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതിലിങ്ങനെ ഒട്ടിയിട്ടൊക്കെ ഇങ്ങനെ പിടിച്ചോളും. അപ്പോൾ അതേ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വാഴലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ അത് വേവിച്ചിട്ട് എടുക്കുന്നത്. എന്നിട്ടിതൊരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇതെല്ലാം വേവിച്ചിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നല്ല ഭംഗിയുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അവരിതൊരു കൗതുകത്തോട് കൂടി തന്നെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയുമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു കപ്പലണ്ടിയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബദാം പരിപ്പോ അതല്ലെങ്കിൽ കാഷ്നട്ടോ ഏതാണെങ്കിലും വെച്ച് കൊടുക്കട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്